അക്ബർ എന്ന സിംഹത്തെയും സീത എന്ന സിംഹത്തെയും ഒരുമിച്ച് കടത്തരുത്, അവരെ മാറ്റി കടത്തണമെന്നും പറഞ്ഞ് ഒരു ഹൈന്ദവ പാർട്ടി കോടതിയെ സമീപിച്ചു. അത് ശരിയായ നടപടിയാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും മാറ്റി താമസിപ്പിക്കേണ്ടി വരില്ല, ആണിനും പെണ്ണിനായിട്ട്. ഇതിപ്പോ ഞാൻ പറയാം, പേരിന്റെ പേരിലാണ് അവര് മാറ്റി താമസിപ്പിക്കണമെന്ന് പറഞ്ഞത്. അക്ബർ മുസ്ലിം പേരാണെന്നും സീത ഹിന്ദു പേരാണെന്നും രാഷ്ട്രീയം കളിക്കുന്നത് ഈ മൃഗങ്ങളുടെ മതം എത്തിക്കുന്ന മോശമല്ലേ? അത് മോശമാണ്. അങ്ങനെയാണ് മനുഷ്യനെ കാണിക്കേണ്ടത്. അല്ല, മൃഗങ്ങൾക്ക് റിലീജിയൻ കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ശരിയാ പേര് കൊടുത്ത് റിലീജിയൻ നോക്കിയാണോ കൊടുത്തതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവര് ഒരു ജസ്റ്റ് നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട് ഒരു പേര് ഇടുമായിരിക്കുമല്ലോ. അത് ആ പേരിന് ഇപ്പൊ എന്താ റിലീജിയൻ നോക്കിയിട്ടൊന്നല്ലല്ലോ പേരിടുന്നത്. അപ്പൊ പേരിട്ടവരാണോ അതോ പേരിലെ മതം നോക്കിയവരാണോ ഇതിലെ കുറ്റക്കാര്? പേരിലെ മതം നോക്കിയവര് തന്നെയായിരിക്കും. ആ, പേരിട്ടവര് ചിലപ്പോ മതം നോക്കിയിട്ടായിരിക്കല്ലോ ഇട്ടിട്ടുണ്ടാവുക. നമ്മളിപ്പോ ഒരു ഡോഗിന് പേരിട്ടാലും നമുക്ക് എന്താ പറയാ, നമ്മുടെ ഇതിലോട്ട് ചേരുന്ന പേരൊക്കെ നമ്മൾ ഇടാറുള്ളൂ. ഇല്ല, ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. റിലീജിയൻ വൈസ് ഒന്നും നമ്മളിപ്പോൾ ആരും നോക്കുന്നില്ല, എല്ലാവരും ഈക്വൽ ആണെന്നുള്ള തോട്ടല്ലേ. അപ്പൊ അങ്ങനെ ഒരു നെയിം വെച്ചിട്ട് അതും ആനിമൽസിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത് സ്ട്രോങ്. അത് കുഞ്ഞിലെ ആ പേരിട്ട ആളുടെ ഒരു ഇതല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു കൂട്ടിലിടാന്നൊക്കെ പറഞ്ഞ മണ്ടത്തരല്ലേ. ലൈക്ക് ഇതിനും മനുഷ്യന്മാരോ മതം കാരണം അത്യാവശ്യം നശിച്ചിരിക്കുക, മൃഗങ്ങൾക്ക് കൂടെ എന്തിനാ അങ്ങനെ ഓരോ. അക്ബർ എന്ന് പറയുന്നത് അക്ബർ മുഗൾ ചക്രവർത്തിയുടെ പേര് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഇട്ടത്. അപ്പൊ അതിൽ മതം നോക്കുന്നില്ലല്ലോ. പക്ഷെ ഈ അക്ബറും സീത വരുമ്പോ അതിനകത്ത് മതം നോക്കുന്നല്ലേ ചെയ്യണേ? അല്ലെങ്കിൽ രണ്ടും മതം നോക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്താ ഒരുമിച്ചിട്ട പ്രശ്നം? അതാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അത് മണ്ടത്തരല്ലേ. എനിക്ക് കേസ് കൊടുത്തിട്ടത് അല്ല, ഒരുമിച്ചിട്ട് എന്താ കുഴപ്പം? അവർ എൻജോയ് ചെയ്തോട്ടെ. ശരിയല്ല. മനുഷ്യരില്ലാതെ എത്തിക്കുന്ന സത്യം പറഞ്ഞാൽ ശരി. അത് നിർത്തേണ്ട സമയം ആയി കഴിഞ്ഞു. അത് മൃഗങ്ങളിലോട്ട് എന്തിനാ നിർത്താൻ പറ്റുമോ? പറ്റില്ല. അത് നമ്മൾ മാത്രം വിചാരിച്ച പോരല്ലോ. വിചാരിക്കുന്ന എല്ലാരും ചേർന്ന് ഒന്ന് ട്രൈ ചെയ്താൽ പറ്റും. ആ ഒരു പേരിനെ അവരെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്നതുകൊണ്ടുള്ളതാണ്. കാസ്റ്റിൽ വിശ്വസിക്കാം, കുഴപ്പമില്ല. മതം വേണ്ടത്. ഇപ്പം അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അതാകുന്ന കുഴപ്പമില്ല. ഈ അന്ധവിശ്വാസം കൊണ്ട് പോകുന്നത് എന്തിനാന്നാ ചോദിക്കണേ. അത് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ഒരു പൂച്ചയ്ക്കോ പട്ടിക്കോ ഇപ്പം നമ്മൾ ഇപ്പം ഈ ബോളിവുഡ് സിനിമകളിലൊക്കെ ഉള്ള പേരുണ്ട്. അതേതെങ്കിലും കാസ്റ്റിനെ നോക്കിയിട്ടാണോ? ചിലപ്പോൾ ക്രിസ്ത്യൻ നെയിംസ് ആയിരിക്കും ഹിന്ദു വീട്ടിലെ പട്ടിയുടെ പേരാണെന്ന്. അതൊക്കെ അങ്ങനെ ഇരുന്നപ്പം എന്തെങ്കിലും ഇത് നോക്കിയിട്ടാണോ? അത് അവർ ആ ഒരു രീതിക്ക് ഇടുന്നതല്ലേ. മൃഗം വേറെ, മനുഷ്യന്മാര് വേറെ. അപ്പൊ മതം എന്തായാലും ഒന്ന് തന്നെയാണ്. അപ്പൊ മൃഗന്മാരെ നമ്മൾ വെറുതെ ഇട്ടുകൂടെ? ജാതി മതം എല്ലാം ഒരുപോലെ അല്ലേ? നമുക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലല്ലോ. അത് പഠിച്ചോനിക്കല്ലേ അറിയാവൂ. ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ അടിയുണ്ടായി മതത്തിനും എല്ലാത്തിനും കൂടെ. ജാതി ഭേദമില്ല. നമുക്ക് അങ്ങനെ ജാതി ഭേദമില്ല. നമുക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നല്ല വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് മൃഗങ്ങൾക്ക് അങ്ങനെ വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്കറിയത്തില്ല. അതൊക്കെ മൃഗങ്ങളുടെ മതം കൊണ്ടുവരുന്ന മോശം. അത് ഒരിക്കലും അത് മോശമാണ്. അതൊന്നും അങ്ങനെ മിണ്ടപ്പണിക്ക് എന്താ അറിയാ? അത് തന്നെ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യൻസ് ആണോ എന്ന് അവർക്കറിയത്തില്ലല്ലേ. അവർക്കെല്ലാം എല്ലാം ഒരുപോലെ തന്നെ അവർക്ക്. മൃഗങ്ങളെ നമ്മൾ വെറുതെ വിടണം. നമ്മളെന്തിനാ ആനയൊക്കെ ഇട്ട് മനുഷ്യനെ വെറുതെ വിടുന്നില്ല, മൃഗങ്ങളെ കൂടെ വെറുതെ വിടട്ട്. ശരിയായ നടപടിയായിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യരിൽ വരെ ഇപ്പൊ ജാതി മതം ഇതായിട്ട് നടക്കുന്നു. മൃഗങ്ങളിലും അങ്ങനെ തന്നെ കാട്ടിക്കഴിഞ്ഞാല് മോശം തന്നെ. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. എന്തിനാ ഇങ്ങനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നത്? എന്തു പറയാനാണ്, ഇതൊക്കെ കേൾക്കുമ്പോ ചിരിയാ വരുന്നത്. സാമാന്യ ബുദ്ധി ഉള്ളവര് ചെയ്യുന്ന കാര്യമല്ല ചെയ്യണത്. ആ ചെയ്ത ആൾക്കാര് സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യന്മാര് തന്നെ മതം പറഞ്ഞ് വേർതിരിപ്പ് ഉണ്ടാക്കി ഇപ്പൊ മൃഗങ്ങളിലേക്കും പോവുകയാണ്. അത് വളരെ നീചമായ ഒരു കാര്യമല്ലേ? അത് ആദ്യം തന്നെ അമ്മ നിർത്തിച്ചില്ല, അതാണ് മൃഗങ്ങളിലേക്കും പോണേ. അപ്പൊ ആവത്തങ്ങളെ അതിന്റെ പാട്ടിന് വിടാണ്ട് വെറുതെ എന്തൊക്കെയാ പറയണത്? ശരിയായിട്ടുള്ള നടപടിയല്ല അത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് കോടതി എന്താ പറയണമെന്നുള്ളതാണ് ഇനിയത്തെ വിഷയം. അത് വർഗീയതയെ കുറിച്ചുള്ള ഒരു ഇതായതുകൊണ്ട് ആളുകളിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന സംഭവം. അതുകൊണ്ട് അത് താല്പര്യമില്ല. ப்ராக்டிக்கலாக பார்த்தா ப்ராக்டிக்கலாக லூஸில் விட்டுடலாம். அரசியலாக பார்த்தா பாலிடிக்ஸாக பார்த்தா பாலிடிக்ஸாக பார்க்கலாம். ஓகே, பொலிட்டிக்ஸா பார்த்தா எப்படி யோசிக்கலாம்? பாலிடிக்ஸ்ன்னு பார்த்தா இப்போ அக்பருங்கிறது முஸ்லீம்ஸ் நேம் இல்லையா, சீதான்றது ராமபிரானோட ஒய்ஃப் நேம். ஸோ அது அவங்க அதோட கனெக்ட் பண்ணி பார்க்குறாங்க. அது எப்படி ஒரு ஹிந்து நேமில் உள்ள ஒரு இதை வந்து முஸ்லீம். அப்போ அடுத்த கேள்வி என்னன்னா, இவரு வந்து மிருகங்கள் தானே,
ആ. സിംഹങ്ങൾ താനെ അതാ. ആൺസിംഹവും പെൺസിംഹവും താനെ அதான் അവർക്കിടെ இந்த മതവും ജാതിയും എല്ലാം அதெல்லாம் കൊണ്ടുവരുന്നത് இல்ல. തപ്പാണ് കേസില്ല அது கொண்டு வர்றது வந்து தப்பு தான். തപ്പുതാ அந்த சீதான்ற நேமை மாற்றிட்டு அதுக்கு இப்போ அக்பர்னு வச்சுருக்காங்க இல்லையா, அதுக்கு ரிலேட்டடாக நேம் வைக்கணும். அப்படி இல்லைன்னா அக்பர்ன்ற நேமை மாற்றிட்டு சீதான்ற பேருக்கு ரிலேட்டடாக ஹிந்து நேமை வச்சுட்டு போட்டால் ഇത് അവസ്ഥ ഇருக்கு ஏன்னா ഇത് நேம் ഒരു പേര് தானே ஸோ அது அவங்க பிரச்சனை பண்ணணும்னு பிளான் பண்ணி பண்ணுற மாதிரி தானே இருக்குது. நேம் வச்சதே நேம் ஒண்ணு. வச்சு அப்படி இல்ல அக்பர் தான் முதல்ல வந்தேன் ஓகே அதுக்கு அக்பர்ன்ற பேரு போட்டேன் ஓகே சீதா வந்தே ஓகே அவருக்கு பிடிச்சது சீதா എന്താ ബട്ട് റീസൺ എതും ആകട്ടും സീതാന്ന് പേര് പോട്ടെ അവര് അന്ന് രണ്ട് സിംഹങ്ങൾക്കും ഒരുമിച്ച് പാർക്കല சரி, என்ன இண்டிவிஜுவலாக சொல்ல போகிறதா இருந்தால் ஹிந்து நேம் முஸ்லீம் நேம் இப்படி இருந்தால் இந்த மாதிரி ஒரு பிரச்சனை வரும்னு அவங்க யோசித்திருந்தால் இது அடைக்க தேவை இருந்திருக்காது. ஆனால் இப்போ இருக்கிறதுக்கு அடைக்கணும் அப்படின்னு வந்திருந்தா ஒன்று இந்த நேமை மாற்றிருக்கலாம், இல்லை அந்த நேமை மாற்றிருக்கலாம். എന്താ പറയാ, നാട്ടിലായാലും കപ്പിൾസിന് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല, കൂട്ടിലായാലും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. അത്രയല്ലേ ഉള്ളൂ ബ്രോ. അപ്പൊ നമ്മുടെ നാടല്ലേ, അത് അങ്ങനെ വരൂ. അല്ല കാര്യം കേട്ടെ ഈ മനുഷ്യന്മാരിൽ ഓൾറെഡി മതം വന്ന് തിരിപ്പുണ്ടാക്കുന്നുണ്ട്, അതേ ഇത് മൃഗങ്ങളിൽ കൊണ്ടുവരുന്നത് ശരിയാണ്? അതാ പറഞ്ഞത്, നാട്ടിലും ജീവിക്കാൻ സമ്മതിക്കില്ല, കാട്ടിലും ജീവിക്കാൻ സമ്മതിക്കില്ല, കൂട്ടിലും ജീവിക്കാൻ സമ്മതിക്കില്ല, അത്രേ ഉള്ളൂ. മൃഗങ്ങളിൽ നിന്നല്ല മനുഷ്യന്മാരിൽ തന്നെ അതിന്റെ ആവശ്യമില്ല. കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇന്നത്തെ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആക്ച്വലി ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന പോലുമില്ല. അതുകൊണ്ടല്ലേ ഇപ്പം എല്ലാവരും ലവ് മാരേജ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാത്തിനും അറിയിച്ചയക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ. മൃഗങ്ങളിൽ പോയിട്ട് മനുഷ്യന്മാരിൽ പോലും അതില്ലാതിരിക്കുമ്പോൾ മൃഗങ്ങളിൽ കൊണ്ടുവരുന്നത് മനുഷ്യരുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്.